കുറ്റിയാട്ടൂരിൽ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ യുവതി മരിച്ചു. പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് 31-കാരിയായ പ്രവീണ മരിച്ചത്. ഇന്നലെ ഉച്ചയോടെയായിരുന്നു യുവാവ് പ്രവീണയ്ക്കെതിരെ ആക്രമണം നടത്തിയത്. പ്രവീണ താമസിക്കുന്ന വീട്ടിലേക്കെത്തി പെരുവളത്തുപറമ്പ് കൂട്ടാവ് സ്വദേശി ജിജേഷാണ് തീ കൊളുത്തിയത്. അക്രമത്തിനിടെ ജിജേഷിനും പൊള്ളലേറ്റിയിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 2:30-നായിരുന്നു സംഭവം. പൊള്ളലേറ്റ ഇരുവരെയും പരിയാരത്തെ കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇന്ന് പുലർച്ചെയോടെയാണ് അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയ്ക്കിടെ യുവതി മരിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് വീട്ടിൽ കയറി യുവതിയെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുന്നതിനിടെ ജിജേഷിനും പൊള്ളലേറ്റിരുന്നു. യുവതിയുടെ കുറ്റിയാട്ടൂർ ഒഴുവച്ചാലിലെ വീട്ടിലെത്തിയ യുവാവ് കയ്യിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഇരുവരും തമ്മിൽ നേരത്തെ പരിചയക്കാരായിരുന്നു അത്രേ. വെള്ളം ചോദിച്ചെത്തിയ ജിജേഷ് വീടിന് പിറകുവശത്തുണ്ടായിരുന്ന ഈ പ്രവീണയുടെ മേൽ ഇന്ധനമൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. പ്രവീണയുടെ ഭർത്താവിന്റെ വീടാണ് ഒഴുവച്ചാലിൽ, സ്വന്തം വീട് കുട്ടാവാണ്. യുവാവും യുവതിയും തമ്മിൽ നേരത്തെ അറിയുന്നവരാണ്. പ്രവീണയുടെ ഭർത്താവിന് വിദേശത്താണ് ജോലി. ബുധനാഴ്ച പകൽ 2:00-ഓടെയാണ് നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. ഇരുവച്ചാലിലെ അജീഷിന്റെ ഭാര്യ പ്രവീണയെയാണ് ഇരിക്കൂർ കൂട്ടാവ് സ്വദേശി ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയത്. പ്രവീണയുടെ ഭർത്താവിന്റെ അച്ഛനും സഹോദരി മകളും സംഭവ സമയം വീട്ടിലുണ്ടായിരുന്നു. സഹോദരിയുടെ മകൾ ഉറക്കെ നിലവിളിച്ചതോടെ നാട്ടുകാരും പിന്നാലെ പോലീസും എത്തുകയായിരുന്നു. ബഹളത്തിനൊപ്പം പുക ഉയർന്നത് കണ്ട് സമീപവാസികൾ നോക്കിയപ്പോഴാണ് വീട്ടിൽ ഇരുവരെയും കണ്ടെത്തുന്നത്. ജിജേഷ് വീട്ടിലേക്ക് എത്തി പ്രവീണയെ തീ കൊളുത്തിയ ശേഷം ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്നാണ് പോലീസിൽ നിന്ന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. ജിജേഷും പ്രവീണയും നേരത്തെ പരിചയക്കാരാണെന്നും ഇവർ ഫോൺ മുഖേനയും സോഷ്യൽ മീഡിയ വഴിയും അടുത്ത സൗഹൃദമുണ്ടെന്നുമാണ് പോലീസ് അന്വേഷണത്തിൽ ലഭിച്ച പ്രാഥമിക വിവരം. 50% പൊള്ളലേറ്റ ജിജേഷ് കമഴ്ന്നു കിടന്നും അതിലേറെ പൊള്ളലേറ്റ പ്രവീണ ഇരുന്ന നിലയിലുമായിരുന്നു. എന്ത് കാരണം കൊണ്ടാണ് ആക്രമണം ഉണ്ടായതെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. യുവാവ് കയ്യിൽ കരുതിയ പെട്രോൾ യുവതിയുടെ ദേഹത്തേക്ക് ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. കണ്ണൂർ SP-യുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി തെളിവെടുപ്പ് നടത്തി. വീടിനുള്ളിൽ അടുക്കള ഭാഗത്ത് വെച്ചാണ് ഇരുവർക്കും പൊള്ളലേറ്റത്. പോലീസ് അയൽവാസികളിൽ നിന്നും നാട്ടുകാരിൽ നിന്നും മൊഴിയെടുത്തിട്ടുണ്ട്. വ്യക്തിവൈരാഗ്യമാണ് ജിജേഷ് അക്രമം നടത്തിയതിന് പിന്നിലെന്നാണ് പോലീസിന് ലഭിച്ച പ്രാഥമിക വിവരം. ഇതേക്കുറിച്ച് അന്വേഷണം നടന്നു വരികയാണ്. ജിജേഷിന്റെ നിലയും ഗുരുതരമാണ്. ഇയാൾ കണ്ണൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. കണ്ണൂർ ASP പ്രദീപൽ കണ്ണിപ്പോയിലിന്റെ നേതൃത്വത്തിലാണ് കേസ് അന്വേഷിക്കുന്നത്.